നമ്മിലേക്ക് വരികയാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത് കാണാം, ശഅബാൻ നമ്മോട് ഇവിടെ പറയാൻ പോയി. ഇന്നല്ലാഹ വമലായികതുഹു യസല്ലൂന അലൻ നബിയ്യി എന്ന ഖുർആനിലെ അല്ലാഹുവിന്റെ റസൂലിന്റെ മേൽ സ്വലാത്ത് ചൊല്ലാൻ പറഞ്ഞ ആ ആയത്തിറങ്ങിയ മാസം ശഅബാൻ പോരാ. ഖദിനറാ തഖല്ലുബ വജ്ഹിക ഫിസ്സമാഇ ഖിബ്ലതൻ തർളഹാ ഫവല്ലി വജ്ഹക ശത്റ മസ്ജിദിൽ ഹറാം. നീണ്ട 17 മാസക്കാലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും അനുചരന്മാരും ഖിബലയായി സ്വീകരിച്ചത് മസ്ജിദുൽ അഖ്സയാണ്. ആ മസ്ജിദുൽ അഖ്സയെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അല്ലാഹുവിനോട് ആഗ്രഹം പറഞ്ഞപ്പോൾ അല്ലാഹുവിന്റെ റസൂലിന്റെ ആഗ്രഹപ്രകാരം ഒരു കുഞ്ഞ് ഒരു ബാപ്പയോട് പരാതി പറയുന്നത് പോലെ അല്ലാഹുവിന്റെ റസൂൽ അല്ലാഹുവിനോട് കരഞ്ഞു പറഞ്ഞപ്പോൾ അല്ലാഹു തആല റസൂലുള്ളാഹിന്റെ ആഗ്രഹത്തിന് വേണ്ടി ഖിബലയെ മാറ്റിമറിച്ചു. മസ്ജിദുൽ അഖ്സയായിരുന്നു ആദ്യം ഖിബല. ആ മസ്ജിദുൽ അഖ്സയെ അല്ലാഹു തആല മസ്ജിദുൽ ഹറാമിലേക്ക് ഖിബലയാക്കി തിരിച്ച മാസമാണ് ശഅബാൻ. ആ ശഅബാൻ നമ്മോട് ഇവിടെ പറയാൻ പോവുക. ഇനി അടുത്ത റമദാൻ അല്ലാഹു ശഅബാനിൽ അല്ലാഹു സ്വീകരിച്ചവരെ അല്ലാഹു നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. റജബ് പോയി, അല്ലാഹുവിന്റെ മാസമാണ്. ശഅബാൻ നമ്മോട് ഇവിടെ പറയാൻ പോവുക. ആ ശഅബാനിൽ എത്ര പേര് അല്ലാഹുവിന്റെ പൊരുത്തമുള്ള രീതിയിൽ ബറാഅത്ത് കൊണ്ട് വിജയിച്ചവരുണ്ടാകുമെന്ന് പറയാൻ പറ്റില്ല. അല്ലാഹു നമ്മളെയും അതിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വല്ല പ്രിയപകടം വന്നു പോയെങ്കിൽ അല്ലാഹുവിന്റെ മഹത്വം കൊണ്ട് സാധുക്കളാൽ ഞങ്ങൾക്ക് നീ പൊരുത്തപ്പെടണേ റഹ്മാനെ, ഞങ്ങൾ നീ ഇഷ്ടപ്പെടുന്നവരിൽ ചേർത്തി തരണേ അല്ലാഹ്. അനി റമദാൻ പരസ്പരം എന്താ റമദാന്റെ പ്രത്യേകത? പരസ്പരം ബന്ധങ്ങൾ പുതുക്കുക, പൊറുത്തു കൊടുക്കുക. പിന്നെയോ റമദാൻ എന്ന് പറഞ്ഞതിന്റെ വാക്കുന്ന അതിന്റെ അർത്ഥം തന്നെ കരിക്കുക എന്നാണ്. പാപങ്ങളെ കരിച്ചു കളയുക. റമദാൻ മുന്നോടിയായിട്ട് കുറച്ചതിനെ കുറിച്ച് പറയും. റമദാൻ എന്ന് പറഞ്ഞാൽ ആ വാക്കിന്റെ അർത്ഥം തന്നെ കരിച്ചു കളയുക, പാപങ്ങളെ കരിച്ചു കളയുക. കരിക്കണമെങ്കിൽ കരയണം. ഒരു പാപത്ത് ഒരാൾക്ക് അല്ലാഹു തആല പൊറുത്തു തരണമെങ്കിൽ അവൻ തൗബ ചെയ്യണം. എങ്ങനെ തൗബ ചെയ്യണം? അല്ലേ, നിഷ്കളങ്കമായി വളരെ നിഷ്കളങ്കമായി തൗബ ചെയ്തു കഴിഞ്ഞാൽ അല്ലാഹു തആല അവനിക്ക് പുറത്തു വളരെ നിഷ്കളങ്കമായി തൗബ ചെയ്യാന്ന് പറഞ്ഞാൽ കരയണം. കരയാനൊരു കല്ലുവ് വേണം, കരയാനൊരു കണ്ണ് വേണം. ആ കരയാനുള്ള കണ്ണിന് തൗഫീക്ക് വേണം. എല്ലാവർക്കും കരയാൻ പറ്റൂല, എല്ലാവർക്കും അല്ലാഹുവിനെ ഓർത്ത് കരയാൻ കഴിയൂല എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതിനെന്താ കാര്യമുള്ളത്? അങ്ങനെ വേണമെങ്കിൽ ഏറ്റവും നല്ലത് നമ്മുടെ കുറവുകൾ നികത്തിക്കൊണ്ട് വിട്ടുവീഴ്ച ചെയ്തുകൊണ്ട്, വിട്ടുവീഴ്ച വലിയൊരു കാര്യമാണ്. വിട്ടുവീഴ്ച ചെയ്താൽ ആ വിട്ടുവീഴ്ച ചെയ്യുന്ന അതിനേക്കാൾ മഹത്തരമായ ഒന്നില്ല. അവർക്ക് അവന്റെ പാപങ്ങൾ വരെ പൊറുക്കപ്പെടാൻ കാരണമായി തീരുമെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. റമദാനാണ് മുന്നിലേക്ക് വരാൻ പോകുന്നത്. എൻ്റെ ഉമ്മമാരോട് സഹോദരിമാരോട് പറയാണ്, പിണക്കങ്ങളൊക്കെ മാറ്റി ഇണക്കത്തോടു കൂടി നിൽക്കാൻ കഴിയണം. കുടുംബങ്ങൾ ഒന്നിച്ച് നിൽക്കാൻ കഴിയണം. തെറ്റുകളിൽ മാറി നിന്നുകൊണ്ട് പരസ്പരം കൈകൊടുത്തുകൊണ്ട് പിണക്കങ്ങളൊക്കെ മാറ്റി അള്ളാഹ് പാശ്ചാത്തപിച്ചുകൊണ്ട് വിട്ടുവീഴ്ച ചെയ്തുകൊണ്ട് അള്ളാഹുവിനെ ഓർത്ത് കരഞ്ഞു കഴിഞ്ഞാൽ ആ റമദാനിനെ നല്ല രീതിയിൽ വരവേൽക്കാൻ വിശ്വാസിയുടെ കൽബിന് അള്ളാഹു ആക്കം കൂട്ടുമെന്ന് ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലെങ്കിൽ എല്ലാ മാസം വരുന്ന പോലെ മാസം വരും, അതങ്ങ് പോകും. എല്ലാ മാസങ്ങളും കയറി വരുന്നത് പോലെ റമദാൻ ഇങ്ങോട്ട് വരും. ഒരു മുന്നൊരുക്കില്ല, ഒരു തീരുമാനവും ഇല്ല, ഒന്നുമില്ല. എല്ലാ മാസവും കയറി വരുന്ന പോലെ പരിശുദ്ധ റമദാനിക്ക് വരും. ആരോരും അറിയാത്ത ഒരു വൈദേശിയെ പോലെ അത് കടന്നു പോകുന്ന ഒരവസ്ഥയുണ്ടായാൽ അങ്ങനെ പറഞ്ഞയക്കാൻ കാരണക്കാരനായവനാണ് ഏറ്റവും വലിയ നാശമെന്ന് ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു വിദേശിയെ പോലെ കടന്നു വന്ന് വിദേശിയെ പോലെ. അതുകൊണ്ട് ദീനിനെ കുറിച്ച് റസൂലുള്ളാഹി പറഞ്ഞത്, ഇന്ന ദീന ബദഅ അരീബൻ വസയഊദു കമാ ബദഅ. ദീന് തുടക്കത്തിൽ എങ്ങനെ ഉണ്ടായിരുന്നു, അതുപോലെ ഒരു പാമ്പതിന്റെ മാളത്തിലേക്ക് ചുരുണ്ടുകൂടുന്നത് പോലെ പരിശുദ്ധ ദീനും അതിന്റെ ചര്യകളും ആദർശങ്ങളും ചുരുണ്ടുകൂടുമെന്ന്, ഇല്ലാതെയായി പോകുമെന്ന് ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. അതുകൊണ്ട് പറയാണ്, എന്താ കാരണം അറിയോ? രണ്ടുപേരും ഭയങ്കര സംഭാഷണം, വിട്ടുവീഴ്ച. എന്തിനും നമ്മൾ അല്ലാഹുവിനോട് മുറുകൽ തേടാൻ ഒരു മനസ്സ് കാണിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിൽ മുടക്കാൻ വേണ്ടി ആളുകൾ. രണ്ടാൾക്കാർ ഭയങ്കര ചർച്ചയാണ്. നിങ്ങൾ അപ്പുറത്തുള്ള പെണ്ണുങ്ങന്മാരെ കുറിച്ചല്ല ഞാൻ പറഞ്ഞത്. ഇവിടെ രണ്ട് വ്യക്തികളുടെ ചർച്ചയുണ്ട്. ആരായിരുന്നു? രണ്ട് വ്യക്തികൾ. ഒന്ന് ഫിറഔനാണ്, മറ്റൊന്ന് ഇബ്ലീസാണ്.
അത് പറയാൻ കാരണം നമ്മുടെ മനസ്സിന്റെ ഉള്ളിൽ കിടക്കുന്ന ഒരാളോട് വിട്ടുവീഴ്ച ചെയ്യാൻ അല്ലെങ്കിൽ പരസ്പരം കൈപിടിച്ച് പൊരുത്തപ്പെടുക നമുക്ക് മനസ്സിലെങ്കിൽ അള്ളാഹു നമ്മളെ സ്വീകരിക്കൂല. അള്ളാഹു നമ്മളെ നന്നാക്കി തെരുമാറാവട്ടെ. ഇബ്ലീസ് ഫിറൗനെ കണ്ടപ്പോ പറഞ്ഞൊരു കാര്യമുണ്ട്. എന്താ പറഞ്ഞറിയോ? ഫിറൗനിനോട് ഇബ്ലീസ് പറഞ്ഞു, ഇതുവരെ ഞാൻ കരുതിയത് ഞാനാണ് ഏറ്റവും വലിയ ധിക്കാരി, ഞാനാണ് ഏറ്റവും വലിയ ലോകത്തിൽ പിഴച്ചവൻ, ഏറ്റവും വലിയ മോശപ്പെട്ടവൻ. ആ ഫിറൗൻ ചോദിച്ചെന്തേ? പക്ഷെ നിങ്ങൾ അന്നെ കടത്തി വിട്ടി, നിങ്ങൾ അന്നേക്കാളും ഹൈലൈറ്റിലാണ്, നിങ്ങൾ അന്നേക്കാളും വലിയ VIP സ്ഥാനത്താണ്. എന്തേ? ഞാൻ പോലും പറയാത്ത വാക്ക് നിങ്ങൾ പറഞ്ഞു. അന റബ്ബുക്കുമല്ല. ഇബ്ലീസ് പറയണേ ഞാൻ ആ വാക്ക് പറഞ്ഞിട്ടില്ല, ഞാൻ പറയാത്ത വാക്ക് പോലും നിങ്ങൾ പറഞ്ഞു, നിങ്ങൾ എന്നേക്കാൾ ഭയങ്കര ഉഷാറാണെന്ന് ഫിറൗനിനോട് ഇബ്ലീസ് വന്ന് പറഞ്ഞപ്പോ ഇത് കേട്ടപ്പോ സ്വാഭാവികമായി ഫിറൗന്റെ കൽബിലേക്ക് ഒരു മാനസാന്തരം വന്നു പോയി. ഫിറൗന്റെ കൽബിലേക്ക് ഒരു മാനസാന്തരം വന്നു പോയി. നന്നാവണം, നന്നാവണം. നമ്മളങ്ങനെ ഉണ്ടല്ലോ, ചില വാദ കേൾക്കുമ്പോൾ, ചില ഉസ്താദുമാരെ പ്രസംഗം കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഇങ്ങനെ ഒരു ചിന്ത, ഇങ്ങനെ ഒരു ഈമാൻ ഇങ്ങനെ പ്രക്ഷോഭിതമായി കൂട്ടി വരും. അല്ലാഹു നമ്മുടെ ഈമാൻ സലാമത്താക്കി തരുമാറാകട്ടെ. അപ്പൊ ഇതിങ്ങനെ കേൾക്കുമ്പോ ഫിറൗനൊരു തോന്നല്, ഫിറൗന് ഇങ്ങനെ നല്ല ചിന്തിച്ച് എനിക്ക് നന്നാവണം. ഈ നന്നാവണം എന്ന് പറഞ്ഞ ആരോടാ? ഇബ്ലീസിനോട്. മൂപ്പരേതാ നന്നാൻ വിടൂലല്ലോ. ഈ എനിക്ക് നന്നാവണം എന്നുള്ള മാനസാന്തരം വന്നപ്പോ പെട്ടെന്ന് ഇബ്ലീസ് പറഞ്ഞു മറുപടിയുണ്ട്, ഏയ് നന്നാവാൻ പാടില്ല. നിങ്ങൾക്ക് ഇതുവരെയുള്ള ഇമേജ് മുഴുവനും അന റബ്ബുക്കുമുൽ ആല എന്ന് പറഞ്ഞ വാക്കിന്റെ മേൽ നിങ്ങൾക്ക് ഈ കാണുന്ന ജനങ്ങൾ മുഴുവനും ഇതുകൊണ്ട് നിങ്ങൾ ബേക്കിലുണ്ട്. നിങ്ങളെങ്ങാനും മാറിക്കഴിഞ്ഞാൽ ഈ കാണുന്ന പരിവാരങ്ങളും നിങ്ങളുടെ രാജാധികാരവും എല്ലാം നഷ്ടപ്പെട്ടു പോകും. അതുകൊണ്ട് മാറി ചിന്തിക്കരുത്, അതുകൊണ്ട് മാറി ചിന്തിക്കാൻ പാടില്ല. ഇംഗ്ലീഷ് പറഞ്ഞു കൊടുക്കണം. എന്താ ഇതിൽ പഠിക്കേണ്ടത്? വിട്ടുവീഴ്ച ചെയ്യാൻ പോകുമ്പോ അല്ലെങ്കിൽ നന്നാവാൻ പോകുമ്പോ നമ്മളെ നന്നാവാൻ മുമ്പ് കൊടുക്കില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ വാക്കുണ്ട്, എല്ലാ മനുഷ്യന്മാർക്കും അല്ലാഹു തആല ഒരു ശൈത്വാനെ വെച്ചിട്ടുണ്ട്. എല്ലാ മനുഷ്യന്മാരുടെ ശരീരത്തിലും അല്ലാഹു ഒരു ശൈത്വാനെ വെച്ചിട്ടുണ്ട്. എനിക്കും ഉണ്ട് ഒരു ശൈത്വാൻ, ആദരവായ റസൂലുള്ളാഹി. പക്ഷെ എന്റെ ശൈത്വാന് പ്രത്യേകതയുണ്ട്. എന്റെ ശൈത്വാൻ എനിക്ക് കീഴ്പ്പെട്ടു. എന്റെ ശൈത്താൻ അനുസരണയുള്ളവനായി മുസ്ലിമായി എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയണേ എന്റെ ശൈത്താൻ എന്തായി മുസ്ലിമായി. ഇതിങ്ങനെ പറയാൻ കാരണം എന്താ അറിയോ? മഹാനായ ജഅഫർ ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല ഒരു വേട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൂടെ യാത്ര ചെയ്യാൻ. ജഅഫർ ഇബ്നു അബീ ത്വാലിബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൂടെ യാത്ര ചെയ്യുമ്പോൾ പെട്ടെന്ന് ഖുർആൻ കൊണ്ട് നന്നാവും. ഖുർആൻ കൊണ്ട് മലകൾ, കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ ഖുർആൻ കൊണ്ട് കല്ലുകൾ പോലും പാറകൾ പോലും ഉരുകി ഒലിച്ചു പോയി എന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. സുമ്മഖസതഖുലൂബുഹും അല്ലേ? നമ്മൾ പറഞ്ഞ അതിനുശേഷം ഖുർആനും ഇതൊക്കെ ഇറങ്ങിയ ശേഷം പിന്നെ നിങ്ങളുടെ ഹൃദയങ്ങൾ ഇങ്ങനെ കടുത്തുപോയത് എന്ന് അള്ളാഹ് ചോദിക്കുന്നില്ല ഖുർആനിൽ. ഈ വിഷയവുമായി ബന്ധപ്പെട്ടിട്ട്, ഈ നന്നാവേണ്ട കാര്യവുമായി ബന്ധപ്പെട്ടിട്ട് ഇങ്ങനെ സംസാരിച്ചിങ്ങനെ പോകുമ്പോൾ ജഅഫർ ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൈ പിടിച്ച് ഇങ്ങനെ പോകുമ്പോൾ അദ്ദേഹം നബിതങ്ങളോട് ചോദിച്ചു, അല്ലാഹുവിന്റെ റസൂലേ, എന്താ ജഅഫറേ വല്ലാത്ത ദാഹം, തൊണ്ട വരളുന്നു, ഇച്ചിരി വെള്ളം വേണം നബിയേ സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജഅഫർ ഇബ്നു അബീ ത്വാലിബ് തങ്ങളെ ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ് വല്ലാത്ത ദാഹമാണ്, ഞാനിത് പറയാൻ കാരണം റമളാനാണ് വരാൻ പോകുന്നത്, കൽബ് കടുത്തു പോകരുതേ. അള്ളാന്റെ ഖുർആന്റെ മാസമാണ് റമളാൻ മാസം. ആ ഖുർആൻ അവതീർണമായ നമ്മിലേക്ക് ഇറക്കപ്പെട്ട മാസമാണ് പരിശുദ്ധമായ റമളാൻ. ആ റമളാനെ കുറിച്ച് പറയുമ്പോൾ അറിയാതെ ഇതുപോലും പറഞ്ഞു പോകും. ജഅഫർ ഇബ്നു അബീ ത്വാലിബ് തങ്ങൾ റസൂലുള്ളാഹിന്റെ കൈ പിടിച്ചുകൊണ്ട് പറയുകയാണ്, യാ റസൂലല്ലാഹ് വല്ലാത്ത ദാഹമാണ് നബിയേ, വല്ലാത്ത ദാഹമാണ് നബിയെ എന്ന് പറഞ്ഞപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ജഅഫറിന്റെ കൈ പിടിച്ചുകൊണ്ട് പറയുകയാണ്, ജഅഫറെ അങ്ങോട്ട് നോക്ക് മോനെ, അങ്ങോട്ട് നോക്കിയാൽ വലിയ പർവ്വതം നിനക്ക് കാണാൻ കഴിയുന്നുണ്ടല്ലോ. ആ പർവ്വതത്തിന്റെ അടുക്കൽ പോയി വെള്ളം ചോദിക്കണം, സലാം പറയണം, എന്നിട്ട് മുഹമ്മദ് പറഞ്ഞയച്ചതാണെന്ന് പറയണം സല്ലല്ലാഹു അലൈഹി വസല്ലം. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ജഅഫർ ആ പർവ്വതത്തിന്റെ തായ്വാരയിൽ പോകുക, എന്നിട്ട് സലാം പറയണം, എന്നിട്ട് ഞാൻ പറഞ്ഞയച്ചതാണെന്ന് പറഞ്ഞ് വെള്ളത്തെ ചോദിക്കണേ, വെള്ളം ചോദിച്ചാൽ വെള്ളം കിട്ടുമെന്ന് ഹബീബായ റസൂലുള്ളാഹി.
ആരാ പറഞ്ഞത്? ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കൂടെയുള്ള ശൈത്താനെ പോലും മുസ്ലിമാക്കിയെടുത്ത ആരംഭ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ജഅഫർ അവിടെ പോയി എൻ്റെ പേര് പറയണം, സലാം പറയണം. ജഅഫർ ഇബ്നു അബീ താലിബ് തങ്ങൾ പറയാ, ഞാൻ നേരെ നടന്നു പർവ്വതത്തിന്റെ ചോട്ടിൽ നിന്നു. എന്നിട്ടോ അസ്സലാമു അലൈക്കും എന്ന് പർവ്വതത്തോട് ഞാൻ സലാം പറഞ്ഞു. സ്ഫുടമായ ഭാഷയിൽ, ആർക്കും മനസ്സിലാവുന്ന ഭാഷയിൽ ആ പർവ്വതം എന്നോട് തിരിച്ച് സലാം മടക്കി എന്ന് മഹാനായ ജഅഫർ ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു. ആരാ ഇത് പറഞ്ഞത്? ആദരവായ റസൂലുള്ളാഹിയല്ലേ പറഞ്ഞത്, പോയി വെള്ളം ചോദിക്കും മോനെ, സലാം പറയണം മോനെ. സലാം പറഞ്ഞു, സലാം മടക്കി. പക്ഷെ വെള്ളത്തിന് ചോദിച്ചപ്പോഴാണ് ആ പർവ്വതം സംസാരിച്ചത്. ആ പർവ്വതം തിരിച്ചൊരു മറുപടിയാണ്, ജഅഫറെ താങ്കൾ പോകണം ഇലാ ഹദറത്തി റസൂലില്ലാഹ്, എന്റെ കരളായ കരളിന്റെ കഷ്ടമായ ഹബീബിന്റെ അടുക്കലേക്ക് പോകണം ജഅഫറെ. എന്നിട്ട് പറയണം, എന്റെ അടുക്കൽ വെള്ളമില്ല ജഅഫറെ, എന്റെ പർവ്വതത്തിന്റെ ഉള്ളില്, ഈ കരിങ്കൽ കോറിയുടെ ഉള്ളില് വെള്ളത്തിന്റെ ഒരു അംശം പോലുമില്ല ജഅഫറെ എന്ന് പർവ്വതം ആവലാതി പറഞ്ഞു. ഇത് പോയി നബി തങ്ങളോട് പറയണം. എന്തേ കാരണം? ഖുർആനിലെ ഒരായത്ത്. ഏതാ ഖുർആനിൽ ആയത്ത്? നരകത്തിൽ കത്തിക്കപ്പെടുന്ന ജനങ്ങളെയും കല്ലുകളെയുമാണെന്ന് ഖുർആൻ ആയത്തിറങ്ങിയില്ലയോ? ഖുർആനിൽ അല്ലാഹു പറഞ്ഞില്ലേ, ആ നരകത്തിൽ കത്തിക്കപ്പെടുന്നത് ജനങ്ങളെയും മനുഷ്യരെയും പിന്നെയോ കല്ലിനെയുമാണ്. ഞാനും ഒരു കല്ലല്ലയോ ജഅഫറെ? ഞാനൊരു കല്ലല്ലയോ? പർവ്വതം എന്ന് പറയുന്ന ഞാൻ ഈ കരിങ്കല്ലല്ലയോ? ഈ കല്ലാകുന്ന ഞാനും നാളെ ആ നരകത്തിലേക്ക് എടുത്തെറിയപ്പെടുമല്ലോ എന്നോർത്തിട്ട് ആ ആയത്തിറങ്ങി അന്ന് മുതൽ എന്റെ ഉള്ളിൽ കിടക്കുന്ന നീരവും ജലാംശം മുഴുവനും വറ്റി വരണ്ടു പോയി ജഅഫറെ എന്ന് പർവ്വതം പറയാണ്. എന്റെ ആ കാരണത്താൽ എന്റെ ശരീരത്തിൽ, എന്റെ ഉള്ളിൽ കിടക്കുന്ന ജലാംശം മുഴുവനും വറ്റി വരണ്ടു എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അങ്ങ് പറയണേ ജഅഫർ എന്ന് മല അദ്ദേഹത്തോട് സംസാരിച്ചു പോയി. എന്നങ്ങനെ പറയാൻ കാരണം, അല്ലെങ്കിൽ എന്റെ പ്രവാചകൻ ധരിച്ചു പോകും, തെറ്റിദ്ധരിച്ചു പോകും. വെള്ളം എന്തായിട്ട് ഞാൻ പറഞ്ഞിട്ട് വെള്ളം എന്റെ ജഅഫറിന് കൊടുത്തിട്ടില്ലയോ എന്ന് അവിടുന്ന് ധരിച്ചു കഴിഞ്ഞാൽ അത് അതപകേടായി പോകുമെന്ന് ആ പർവ്വതം മനസ്സിലാക്കിയിട്ടാണ് പറഞ്ഞത്. ഹബീബായ തങ്ങളോട് പറയണം, നരകത്തിൽ കത്തിക്കപ്പെടും ജനങ്ങളെയും മനുഷ്യരെയും അതുപോലെ കല്ലിനെയുമാണെന്ന ആയത്തിറങ്ങിയതോടുകൂടി എന്റെ ഉള്ളിൽ കിടക്കുന്നത് മുഴുവനുമില്ലാതെ ഉരുകി ഒലിച്ചു പോയി എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറയണേ ജഅഫർ എന്ന പർവ്വതം മറുപടി കൊടുത്തപ്പോഴാണ് ഹബീബായ തങ്ങൾ പറഞ്ഞത്, ഇതാണ് ഖുർആന്റെ മാസ്മരീകത. പക്ഷെ ആ കല്ല് പോലും ഉരുകി ഒലിച്ചു പോയെങ്കിൽ മനുഷ്യന്റെ ഉള്ളിൽ കിടക്കുന്ന കെട്ടുപാടുകൾ പലപ്പോഴും തോറ്റുപോയി. മനുഷ്യന്റെ മുമ്പിലാണ് പലപ്പോഴും ഖുർആന്റെ ആയത്തുകൾ തോറ്റുപോകുന്നത്. മനുഷ്യന്റെ കൽബുകൾക്ക് മുമ്പിലാണ്. മനുഷ്യന്റെ കൽബ് നന്നായാൽ മലക്കിനേക്കാൾ മേലെയാണ്. മനുഷ്യന്റെ കൽബ് മോശമായാൽ ഇബ്ലീസിനേക്കാളും ശൈത്വാനേക്കാളും മോശമാണെന്ന് ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ ഈ ചരിത്രം പറയാൻ കാരണം, അങ്ങനെ കൽബ് കൊണ്ടും ശരീരം കൊണ്ടും വരവേൽക്കേണ്ട, സമാഗതം ചെയ്യേണ്ട, സ്വാഗതം ചെയ്യേണ്ട പരിശുദ്ധമായ മാസമാണ് നമ്മിലേക്ക് വരാൻ പോകുന്നത്. ആ മാസം അല്ലാഹു സ്വീകരിക്കണമെങ്കിൽ, അതിൽ അല്ലാഹു കബൂലിയത്ത് നൽകണമെങ്കിൽ നിർബന്ധമായിട്ടും നമ്മൾ വിട്ടുവീഴ്ച മനോഭാവം വേണം, നന്നാവണം, പൊരുത്തപ്പെടിക്കണം, കുടുംബങ്ങൾ നന്നാക്കണം, പിണക്കങ്ങൾ മാറ്റി ഇണക്കത്തോടുകൂടി ജീവിക്കണം. എങ്കിലേ ആ റമദാനിനെ വിശ്വസിക്കുന്ന യഥാർത്ഥ മുഅ്മിനീങ്ങളിൽ അല്ലാഹു നമ്മളെയും പെടുത്തുകയുള്ളൂ. ഇൻഷാ അല്ലാഹ് വീടും പരിസരവും വൃത്തിയാക്കി എടുക്കണം. എല്ലാ കാര്യങ്ങളും ശാരീരികമായി, മാനസികമായി, ആത്മീയമായി എല്ലാ നിലയിലും നമ്മളൊന്ന് ഉണരേണ്ട, ഉഷാറാകേണ്ട, ഒന്ന് കരുതിയിരിക്കേണ്ട ദിവസങ്ങളാണ് വരാൻ പോകുന്നത്. അല്ലാഹു നമ്മളെയൊക്കെ നന്നാക്കി തരുമാറാവട്ടെ.
അർഹമർ റഹീമായ റബ്ബേ ഞങ്ങളെ നീ സ്വീകരിക്കണേ അല്ലാഹ്. പരിശുദ്ധമായ റമദാൻ പടിവാതിൽ എത്തി നിൽക്കുന്ന സമയത്ത് ഞങ്ങൾ ആരെയും അതിന് മുന്നോടിയായി തളർത്തി കളയല്ലേ റഹ്മാനെ. ഞങ്ങൾ ആരെയും നീ രോഗികളാക്കി മാറ്റല്ലേ റഹ്മാനെ. അല്ലാഹുവേ പരിശുദ്ധ റമദാനിനെ വരവേൽക്കാനും സ്വാഗതം ചെയ്യാനും അതിൽ ഒരുപാട് നിനക്ക് വേണ്ട ഇബാദത്തുകൾ ചെയ്തു കൂട്ടാനും സാധുക്കളായ നിങ്ങൾക്കും നാവുമായി ബന്ധപ്പെട്ട നമ്മുടെ അഹ്ലുകാർക്കും നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. പടച്ചവനെ പരിശുദ്ധ റമദാൻ മുന്നായി ശഅബാൻ റജബിൽ ചെയ്ത എല്ലാ കർമ്മവും നീ സ്വീകരിക്കണേ റഹ്മാനെ. നിന്റെ റജബിൽ ശഅബാനിൽ ഞങ്ങൾ എങ്ങനെയാണോ നീ സ്വീകരിച്ചത് അതുപോലെ റമദാനിലേക്ക് നീ ഞങ്ങളെ സ്വീകരിക്കണേ അല്ലാഹ്. അല്ലാഹു അതിന്റെ ഇടയിൽ വല്ല നാക്കുകൊണ്ടോ വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ ചിന്ത കൊണ്ടോ നോട്ടം കൊണ്ട് ഏതെങ്കിലും വല്ല തെറ്റുകളും വന്നുപോയത് നീ പൊരുത്തപ്പെടണേ അല്ലാഹ്. നീ പൊരുത്തപ്പെടണേ റഹ്മാനെ. അല്ലാഹുവേ മരണപ്പെട്ട ഒരുപാട് പേര് ഈ റമദാൻ പടിവാതിൽ എത്തി നിൽക്കുമ്പോൾ അതിനെ സ്വാഗതം ചെയ്യാൻ വേണ്ടി കാത്തിരുന്ന ഒരുപാട് പേര് ആരുടെ മണ്ണിലാണ് ബഹുമാനായ സഖാഫി ഉസ്താദ് അടക്കം. അല്ലാഹുവേ അവർക്ക് നീ പുറത്തു കൊടുക്കണേ അല്ലാഹ്. നമ്മുടെ മഹലിൽ ഒരുപാട് പേരുണ്ട്, ഉമ്മമാര്, സഹോദരിമാര് ഈ അടുത്തും ഇന്നലെയും മിനിഞ്ഞാന്നുമായി മരണപ്പെട്ട ഒരുപാട് പേര്. അല്ലാഹുവേ അവർക്ക് നീ പുറത്തു കൊടുക്കണേ അല്ലാഹ്. അവർക്കൊക്കെ നീ പുറത്തു കൊടുക്കണേ റഹ്മാനെ. അവരെ നമ്മയും ജന്നാത്തുൽ നഈമിൽ നീ ഒരുമിച്ച് കൂട്ടണേ അല്ലാഹ്. നമ്മുടെ ഈമാൻ നീ സലാമത്താ